നീലം എങ്ങനെയും അവിടെ നിന്നിറങ്ങി അച്ഛൻ്റെ അടുത്ത് ഓടിയെത്തി. അവിടെ കുറെ ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. തൻ്റെ മകൾ പേടിച്ചോടി വരുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോൾ അവൾ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. അന്നേരം അവിടേക്ക് പാതി മനുഷ്യനും പാമ്പുമായ ആളും എത്തി. അവിടെ ഗ്രാമവാസികളിൽ ചിലർ അയാളെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവരെ കൊന്നുകളഞ്ഞു. നീലത്തിന്റെ അച്ഛൻ ഒരു തീക്കമ്പെടുത്ത് വീശിയപ്പോൾ പേടിച്ച് അയാൾ അവിടെ നിന്ന് പോയി. നീലത്തിന്റെ വീട്ടിൽ അച്ഛനും അവളും മാത്രമേ ഉള്ളൂ. കാശിന്റെ ആർത്തിയാൽ ഇയാൾ നീലത്തിനെ ആ കുടുംബത്തിലേക്ക് വിറ്റതാണ്. താൻ ചെയ്ത കൊടും പാപമോർത്ത് അയാൾ പശ്ചാത്തപിച്ചു. എന്നാൽ പാതി മനുഷ്യനും പാമ്പുമായ ആളുടെ വീട്ടിൽ അമ്മ കഴിക്കാനായ ഒരു എലിയെ മകന് കൊടുക്കുന്നു. കുറെ വർഷങ്ങളായിട്ടും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തതിൽ അയാൾക്ക് ദേഷ്യമുണ്ട്. കൂടാതെ നീലത്തിന് അയാൾക്ക് ഇഷ്ടവുമായി. അമ്മ പുറത്തേക്ക് വന്ന് അച്ഛനോട് സംസാരിക്കുന്നു. എത്ര രൂപയായാലും വേണ്ടിയില്ല, എങ്ങനെയൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ സമയം വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് അച്ഛൻ വാതിൽ തുറന്നതും അവർ ഞെട്ടി. കാരണം പുറത്തു നിൽക്കുന്നത് വേറാരുമല്ല, നീലം. ശേഷം അടുത്ത പാട്ടിൽ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്.